ഗുഡ് മോർണിംഗ്. അപ്പോൾ ഒന്ന് എടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് വെബ് പോർട്ടൽ, അതിൻ്റെ മീനിങ് ആൻഡ് അതിൻ്റെ ടൈപ്സ്. ഫസ്റ്റ് നമുക്കതിൻ്റെ മീനിങ് നോക്കാം. ഈ വെബ് പോർട്ടൽ എന്നുള്ളതിൻ്റെ മീനിങ് ആണ് ഡോർ അല്ലെങ്കിൽ പാസേജ്, എൻട്രൻസ് എന്നൊക്കെ നമ്മൾ പറയും. അപ്പോൾ വെബ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു സൈറ്റാണ്. അത് ഒരു വെബ് പേജ് വഴിയോ അല്ലെങ്കിൽ ഒരു സൈറ്റ് വഴിയോ ഒരു സിംഗിൾ ഫങ്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സൈറ്റാണ് വെബ് പോർട്ടൽ. കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ, വെബ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള വെബ്സൈറ്റ് അല്ലെങ്കിൽ കുറച്ചും കൂടി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വെബ്സൈറ്റാണ്. ആ വെബ്സൈറ്റിൽ ഇമെയിൽസ്, ഓൺലൈൻ ഫോറംസ്, അതുപോലത്തെ സെർച്ച് എൻജിൻസ്, അത് ഒരുപാട് ഡിഫറെൻറ്റ് സോഴ്സസിൽ നിന്നും ഇൻഫോർമേഷൻസ് ഒരു യൂണിഫോം വേയിൽ ടുഗെദർ ആയിട്ട് കൊണ്ടുവരണം. ഈ വെബ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ പറയാൻ പറ്റുന്നത്, ഇതൊരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അത് നമ്മളെ എംപ്ലോയീസിനും കസ്റ്റമേഴ്സിനും അതേപോലെ സപ്ലൈസിനൊക്കെ ഒരു സിംഗിൾ ആക്സസ് പോയിൻറ്റ്, ഇൻഫോർമേഷൻക്ക് ഒരു സിംഗിൾ ആക്സസ് പോയിൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ് ബേസ്ഡ് പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ വെബ് പോർട്ടൽ എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കണം. വെബ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പെഷ്യലി ഡിസൈൻഡ് ആയിട്ടുള്ള വെബ് സൈറ്റുകളാണ് വെബ് പോർട്ടൽസ് എന്ന് പറയാം. അപ്പോൾ എല്ലാ വെബ്സൈറ്റ്സും ഒരിക്കലും വെബ് പോർട്ടൽസ് ആവില്ല, പക്ഷെ എല്ലാ വെബ് പോർട്ടൽസും വെബ്സൈറ്റ്സ് ആവും. ഇനി നമുക്കതിൻ്റെ ടൈപ്സ് നോക്കാം. അതിൽ ഫസ്റ്റ് വണ്ണാണ് വെർട്ടിക്കൽ പോർട്ടൽ. ഈ വെർട്ടിക്കൽ പോർട്ടലിൽ മെയിനായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഡൊമൈനായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സ്പെസിഫിക് ഇൻഡസ്ട്രീന് റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ്, ടൂൾസ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ആർട്ടിക്കിൾ റിസർച്ചസും കാര്യങ്ങളൊക്കെ ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. സെക്കൻഡ് ടൈപ്പ് ഓഫ് പോർട്ടലാണ് ഹൊറിസോണ്ടൽ പോർട്ടൽ. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. ഇവിടെ എൻ്റയർ ഇൻ്റർനെറ്റ് കമ്മ്യൂണിറ്റിയാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ദീസ് ആർ വെബ് പോർട്ടൽസ് വിച്ച് ഫോക്കസ് ഓൺ എ വൈഡ് അറേ ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് ടോപ്പിക്സ്. ഈ ഒരു വെബ് പോർട്ടൽ ഫോക്കസ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഇൻട്രസ്റ്റും ടോപ്പിക്സിൻ്റെയും ബേസിലാണ്. ഈ ഒരു വെബ് പോർട്ടലിനെ നമ്മൾ മെഗാ പോർട്ടൽസ് എന്നും പറയലുണ്ട്. അവർ ജനറലായിട്ടും കണ്ടെയ്ൻ ചെയ്യുക സെർച്ച് എൻജിൻസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ യൂസർക്ക് ആ ഒരു പേജ് പേഴ്സണലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഈ ഒരു ടൈപ്പ് ഓഫ് പോർട്ടൽസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അടുത്തൊരു ടൈപ്പ് ഓഫ് പോർട്ടലാണ് മാർക്കറ്റ് പ്ലേസ് പോർട്ടൽ. ഈ മാർക്കറ്റ് പ്ലേസ് പോർട്ടലിൽ മെയിനായിട്ടും ബിസിനസ് ടു ബിസിനസ് ആൻഡ് ബിസിനസ് ടു കസ്റ്റമർ, കൊമേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് മാർക്കറ്റ് പ്ലേസ് പോർട്ടൽസ്. അതേപോലെ തന്നെ ഈ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ സെയിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യുക. അതുപോലെ പുറത്തുള്ള ബയേഴ്സ് അല്ലെങ്കിൽ വെൻഡേഴ്സുമായിട്ട് ഗ്രൂപ്പ് ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എബിലിറ്റി പ്രൊവൈഡ് ചെയ്യുക. ഇതൊക്കെയാണ് മാർക്കറ്റ് പ്ലേസ് പോർട്ടൽസിൻ്റെ മെയിൻ ഫീച്ചേഴ്സായി വരിക. മാർക്കറ്റ് പ്ലേസ് പോർട്ടലിലെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് eBay. അടുത്തതാണ് ഇൻട്രാനെറ്റ് പോർട്ടൽസ്. ഇൻട്രാനെറ്റ് പോർട്ടൽസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹോസ്റ്റ് ചെയ്യുന്നത് ഒരു കോർപ്പറേറ്റ് നെറ്റ്വർക്കിൻ്റെ ഇൻസൈഡിലാവും. ആ ഒരു നെറ്റ്വർക്കിൻ്റെ ഇൻസൈഡിലുള്ള ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് ആക്സസിബിൾ ആവുള്ളൂ. പുറത്തുനിന്നുള്ള അതിൻ്റെ ഔട്ട്സൈഡായിട്ട്, ആ നെറ്റ്വർക്കിന് ഔട്ട്സൈഡായിട്ടുള്ളവർക്ക് അതിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഈ കൈൻഡ് ഓഫ് പോർട്ടലൊക്കെ മെയിനായിട്ടും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള എംപ്ലോയീസും അതേപോലെ ഓർഗനൈസേഷൻ്റെ വേറെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നുണ്ടാവുക. മെയിനായിട്ടും അവരുടെ പ്രൊഫൈലിന്, പിന്നെ അതേപോലെ സാലറി മാനേജ്മെൻറ്റ്, ലീവ് മാനേജ്മെൻ്റ് ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ടൈപ്പ് ഓഫ് പോർട്ടൽസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. അടുത്തൊരു ടൈപ്പ് ഓഫ് പോർട്ടലാണ് സെർച്ച് പോർട്ടൽ. സെർച്ച് പോർട്ടൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള സെർച്ച് എൻജിൻസിൽ നിന്നുള്ള റിസൾട്ട്സും അഗ്രിഗേറ്റ് ചെയ്തിട്ടൊരു സിംഗിൾ പേജിലേക്ക് കൊണ്ടുവരികയാണ് സെർച്ച് പോർട്ടൽസ്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഗൂഗിൾ. പിന്നെയാണ് മീഡിയ പോർട്ടൽസ്. മീഡിയ പോർട്ടൽസ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് എൻ്റർടൈൻമെൻറ്റ്, ബിസിനസ് അല്ലെങ്കിൽ കൺസ്യൂമർ ന്യൂസ്. പോപ്പുലറായിട്ടുള്ള എല്ലാ മീഡിയ പോർട്ടൽസും കറൻറ്റ് ന്യൂസും അഫെയർസും കാര്യങ്ങളൊക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടാണ് ആൾക്കാർക്ക് പ്രൊവൈഡ് ചെയ്യുക. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോർട്ടൽസ്.